ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ ചോറുണ്ണാനായിട്ട് വേറെ ഒരു കറിയും വേണ്ട. അത്രയ്ക്കും കിടുക്കാച്ചി കറിയാണ് ഈ ഒരു ഐറ്റം. ഉണ്ടാക്കാനോ സിമ്പിൾ ഐറ്റമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ബംഗാളി കറിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു ബംഗാളി വന്ന് താമസിക്കുന്നുണ്ട്, ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട്. അവർ മിക്കവാറും ഈ കത്തിരിക്ക വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എന്ത് കറി വയ്ക്കാൻ. ഇങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ട് ഇത്രയും കത്തിരിക്ക എന്നും വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞ് എന്തിനാണെന്ന്. അവർ മലയാളം പഠിച്ച് എനിക്ക് പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് അവരുടെ ഹിന്ദി പഠിച്ചെടുക്കാനൊന്നും സാധിച്ചില്ല. അവർ മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തന്നു. അവർ മല്ലിയില ചേർക്കുന്നില്ല, അല്ലാതെയാണ് ഈ കറി തയ്യാറാക്കുന്നത്. മല്ലിയില ചേർത്തില്ലെങ്കിൽ അതൊരു ബംഗാളി കറിയായി പോകും. അപ്പം നമ്മൾ മലയാളികൾ എന്തെങ്കിലുമൊക്കെ ചേർത്താലല്ലേ നമ്മുടെ മലയാളി കറിയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മല്ലിയില ചേർത്തിട്ടുണ്ട്. ഈ കറി തയ്യാറാക്കാനായിട്ട് വേറെ ഒന്നും ആവശ്യമില്ല. കത്തിരിക്ക ഉണ്ടല്ലോ, നമ്മുടെ വഴുതനങ്ങ, ചിലയിടത്ത് വഴുതനങ്ങ തന്നെയാണ് കത്തിരിക്ക എന്ന് പറയും. ഞാനിവിടെ കത്തിരിക്ക, നമ്മുടെ നാട്ടിലേക്ക് കത്തിരിക്ക എന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപാട് കത്തിരിക്കയുടെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പം 1.5 കത്തിരി എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് നോക്കാം, പുഴു വല്ലതും ഉണ്ടോ എന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്, പുഴുവൊന്നുമില്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് കട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു ഷേപ്പിന് തന്നെ കട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതേ ഒരു ഷേപ്പിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരുപാട് തിന്നായിട്ടും അല്ല ഒരുപാട് കട്ടിക്കുമല്ല, ഞാനിപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിരിക്ക വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത്. ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യുന്നത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കർക്കിടക മാസത്തിൽ ഈ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ഇടാൻ സാധിച്ചില്ല. കർക്കിടക മാസത്തിൽ അമ്മയും അമ്മാമ്മയൊന്നും മീനൊന്നും കഴിക്കാറില്ല. അവർക്ക് പറ്റിയ ബെസ്റ്റ് കറിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിലും നമ്മുടെ ചോറ് കൊണ്ട് വയ്ക്കുമ്പോൾ വേറെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിലും നമ്മുടെ കൈയൊന്നും വേറെ കറികളിലോട്ട് പോകില്ല. ഈ ഒരു ഐറ്റം മാത്രം മതി, അത്ര കിടുക്കാച്ചി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കിയാൽ പിന്നെ ഈ കറി സ്ഥിരമായിട്ടുണ്ടാക്കും, ഉറപ്പാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ കത്തിരിക്കയുടെ ലാസ്റ്റ് എൻഡ് ഭാഗത്ത് കട്ടിയുള്ളൊരു പോർഷൻ വരുന്നില്ലേ, ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നൊരു പോർഷൻ കണ്ടോ, അത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇടുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം. കണ്ടോ, ആ മുകളിലത്തെ ആ ഒരു തൊലിയുടെ ആ ഒരു ഭാഗവും കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗം പുഴു ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. തേങ്ങയുടെയൊക്കെ വില കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയുള്ള കറികൾ തയ്യാറാക്കാം. ഈ ഓണത്തിന് സ്പെഷ്യൽ കറിയായിട്ട് ഇത് തയ്യാറാക്കി നോക്കാവുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, നല്ല എരിവുണ്ട്, കുറച്ച് കളർ കുറവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെ വെള്ളമൊഴിച്ച് നമുക്കിത് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് കുറേശ്ശെ വെള്ളമൊഴിച്ച് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കത്തിരിക്ക വെള്ളത്തിലാണ് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നത്, അത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ മസാലകൾ നന്നായിട്ട് കത്തിരിക്കയിൽ തേച്ച് പിടിപ്പിക്കാം. കൈ കൊണ്ടോ നമുക്ക് സ്പൂൺ കൊണ്ടോ നല്ലതുപോലെ ഈ മസാല തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. മസാലകളെല്ലാം തേച്ച് നല്ല മസാലയിൽ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ച എണ്ണയിൽ നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്ത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല കട്ട തൈരാണ്. ഈ ഒരു ബൗൾ നിറച്ച് നമ്മൾ തൈര് എടുക്കുന്നുണ്ട്. നല്ല കട്ട തൈര് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്. ബൗൾ നിറച്ചെടുക്കുന്നുണ്ട്. പാൻ ചൂടായി വന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മസാല തേച്ച് വെച്ചിരിക്കുന്ന ഓരോ വഴുതനങ്ങയും നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കത്തിരിക്കയ്ക്ക് വേവ് കുറവാണ്, പെട്ടെന്ന് തന്നെ
നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ അത് കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഒരുപാട് വെന്ത് പോയാൽ നമ്മുടെ ഈ കത്തിരിക്ക അങ്ങ് ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ അല്പം നെയ്യിൽ വേണമെങ്കിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ ഒരല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം കത്തിരിക്ക തിരിച്ചു മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പം നമ്മൾ ഫുള്ളും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കോരി മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കുന്നില്ല. ഇനി നമുക്ക് താളിക്കാനായിട്ട് കുഞ്ഞുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഓയിൽ അതിലുണ്ടായിരുന്നു, അതിലാണ് നമ്മൾ കുഞ്ഞുള്ളി ചേർക്കുന്നത്. ഒരല്പം കൂടി ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ആ കുഞ്ഞുള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ മാക്സിമം ഓയിൽ കുറച്ചാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കുക. ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞുള്ളി ഒന്ന് മൂത്ത് വരും. നമ്മൾ 2 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞ് വരും. ഇനി നമ്മൾ നേരത്തെ എടുത്ത തൈര് കുറച്ചുകൂടി ഒരു വലിയ ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം ചേർത്ത് ഞാൻ നന്നായിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. എത്രത്തോളം തിക്നെസ് വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനനുസരിച്ച് കുറച്ചുകൂടി വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ബൗള് കുഴിഞ്ഞതായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്കിതേപോലെ ചെയ്തെടുക്കാം. നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പാച്ചില കൊണ്ട് നമ്മുടെ ആ തൈര് കത്തിരിക്കയിൽ നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിലെ എരിവും ആ ഉപ്പും എല്ലാം ഇതിലേക്ക് ഒന്ന് ഇറങ്ങി നല്ലൊരു കളറായിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ തൈരിൽ ഒരല്പം ഉപ്പ് ചേർത്തിട്ടാണ് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ഭാഗത്തും തൈരായിട്ടുണ്ട്. ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ആ മുളക് പൊടിയെല്ലാം നമ്മുടെ തൈരിലേക്ക് ഇറങ്ങി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെഡിയാകും. ഇപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ താളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ തൈരിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എരിവ് വേണമെങ്കിൽ നമ്മൾ കത്തിരിക്ക ഫ്രൈ ചെയ്ത സമയത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് എരിവുള്ള മുളക് പൊടി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എരി കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താളിക്കുന്ന സമയത്ത് ഒരല്പം മുളക് പൊടിയും കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഞാനൊരല്പം മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം തന്നെ ആ തൈരിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കണ്ടോ, കാണാനും കഴിക്കാനും സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കമൻറ്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഓണം ഇങ്ങെത്തി. ഇനി ഡെയിലി വീഡിയോസ് ഉണ്ടാവും. ഇതിലും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനി ഡെയിലി കാണാം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ബൈ.